ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1001 രാത്രിയിലെ 37ാമത്തെ കഥയുടെ 2ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഷണ്ഠൻ ബുഖായത്ത് പറഞ്ഞ കഥ. ശവപ്പറമ്പിൽ നിന്ന് ഖാനീമിന് കിട്ടിയ പെട്ടിയിലെ പെൺകുട്ടിയുമായുള്ള നിമിഷങ്ങളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. ബാക്കി കേട്ടോളൂ. ആഹാരം കഴിച്ചും വീഞ്ഞു കുടിച്ചും സമയം പോയതറിഞ്ഞില്ല. നന്നായി ഇരുട്ടിയപ്പോൾ ഖാനി മെഴുകുതിരികളും വിളക്കുകളും കത്തിച്ചു വെച്ചു. അവരുടെ മുഖത്തു നിന്ന് ഉതിർന്ന പ്രകാശകിരണങ്ങൾ കൂടിച്ചേർന്നപ്പോൾ അവിടം പകൽ പോലെ ശോഭിച്ചു. ഖാനി വീണ മീട്ടി ഒരു പാട്ടുപാടി. വീഞ്ഞിൻ്റെയും സംഗീതത്തിൻ്റെയും ലഹരിയിൽ അവരങ്ങനെ ആറാടി. സ്ത്രീ പുരുഷന്മാരുടെ ഹൃദയങ്ങളെ തമ്മിലിണക്കുന്ന രാത്രിയിൽ കമിതാക്കളെ ഒന്നാക്കുന്ന ആ മഹാശക്തിക്ക് നമോവാകം. അന്നു രാത്രി ഒരാൾ മറ്റൊരാളുടെ കരവലയത്തിലാണ് ഉറങ്ങിയത്, അഥവാ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. രാവിലെ ഖാനിം ചന്തയിൽ നിന്നും ഭക്ഷ്യപദാർത്ഥങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. ആഹാരത്തിന് ശേഷം കവിളിൽ അരുണിമം വ്യാപിക്കുന്നതുവരെ, കണ്ണുകൾ മിന്നിത്തിളങ്ങുന്നതുവരെ വീഞ്ഞു കുടിച്ചു. എൻ്റെ സിരകളിൽ അഗ്നി പടരുന്നു, അവൻ പറഞ്ഞു. ക്ഷമിക്കൂ പ്രിയനെ, എനിക്ക് അല്പം കൂടി ലഹരി പകരൂ, എൻ്റെ പ്രജ്ഞ നശിക്കട്ടെ. അപ്പോൾ എന്തു നടന്നാലും ഞാൻ അറിയുകയില്ല എന്നായിരുന്നു അവളുടെ മറുപടി. കുറെ കഴിഞ്ഞ് ലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ അടിവസ്ത്രം ഒഴിച്ച് മറ്റെല്ലാം അവൾ അഴിച്ചു കളഞ്ഞു. അപ്പോഴവൻ ചോദിച്ചു, ഓമനി, നിന്നെ ഞാനൊന്ന് ചുംബിച്ചോട്ടെ? പാടില്ല പ്രിയപ്പെട്ട ഖാനി, അവൾ പറഞ്ഞു. എൻ്റെ അടിയുടുപ്പിൻ്റെ ചരടിൽ ഒരു ശാപവചനം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ സമയമായിട്ടില്ല. വികാരവിവശനായ യുവാവ് വീണയെടുത്ത് ഒരു ഗാനം ആലപിച്ചു. എൻ്റെ പ്രിയയുടെ അധരങ്ങളിൽ ഒരു ചുംബനം, അതുമാത്രമാണ് എനിക്ക് വേണ്ടത്. ഒരു ചുംബനം മാത്രം, എൻ്റെ ഹൃദയം കുളിർക്കാൻ അതുമാത്രം മതി. പക്ഷേ അവൾ പറഞ്ഞു, അത് വേണ്ട, 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 സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല. എനിക്കത് വേണം, ഞാൻ ആവർത്തിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്കെന്നെ കീഴ്പ്പെടുത്താം, ചുണ്ടോട് ചുണ്ടു ചേർക്കാം, പക്ഷേ അത് വിരസമാണ്, സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല. യുവതി ഖാനീമിനെ പ്രേമിക്കുന്നതായി ഭവിച്ചെങ്കിലും ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് അയാൾ വീർപ്പുമുട്ടി. ഇരുട്ടുന്നതുവരെ അവൾ വഴങ്ങിയില്ല. ഹാളിൽ വിളക്കുകൾ തെളിഞ്ഞ് പ്രകാശം പരന്നപ്പോൾ അയാൾ അവളുടെ കാൽക്കൽ വീണു, പാദങ്ങളിൽ ചുണ്ടമർത്തി. ചുംബനത്തിൻ്റെ ചൂടേറ്റ് അവളുടെ കാൽവിരലുകൾ വെണ്ണകൾ പോലെ ഉരുകി. പനിനീരിൻ്റെയും കസ്തൂരിയുടെയും ഗന്ധം ആസ്വദിച്ച് അവളുടെ പാദം മുതൽ തുടവരെ അയാളുടെ ചുണ്ടുകൾ സഞ്ചരിച്ചു. കാറ്റിൽപ്പെട്ട പൂവ് പോലെ അവളുടെ ദേഹം വിറച്ചു. ഖാനിം പറഞ്ഞു, എൻ്റെ കരളെ, ഞാൻ നിൻ്റെ അടിമ. അവൾ പ്രതിവചിച്ചു, അങ്ങയെ ഞാൻ പ്രേമിക്കുന്നു. ഈ ശരീരം അങ്ങയ്ക്കുള്ളതാണ്, പക്ഷേ ഇപ്പോൾ വേണ്ട. കാരണം എന്താണെന്ന് ഇന്ന് രാത്രി ഞാൻ പറയാം. അന്ന് രാത്രിയും തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ അയാളുടെ കരവലയത്തിൽ അവൾ ഉറങ്ങി. ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു വീണു. ഫലപ്രാപ്തിയിലെത്താത്ത പ്രണയക്കേളികൾ നിറം പിടിപ്പിച്ച ദിനരാത്രങ്ങൾ. 1 മാസം പിന്നിട്ടപ്പോൾ ഒരു രാത്രി വീഞ്ഞിൻ്റെ ലഹരിയിൽ മുങ്ങി മെയ്യോട് മെയ്യുരുമി കിടക്കവേ ഖാനിം കാമുകിയുടെ അടിവയർ തലോടി. അവൾ പെട്ടെന്ന് എണീറ്റിരുന്നു. എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അവൾ ചോദിച്ചു. ഞാൻ നിന്നെ സ്വന്തമാക്കാൻ പോകുന്നു, അവൻ പറഞ്ഞു. എന്നോട് പിണങ്ങരുത്, അവൾ പറഞ്ഞു. ഇതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്ക്. അടിയുടുപ്പിലെ നാടയിൽ രേഖപ്പെടുത്തിയിരുന്ന അക്ഷരങ്ങൾ അയാളെ കാണിച്ചു. അയാൾ അത് വായിച്ചു. ഞാൻ നിനക്കുള്ളതാണ്, നീ എൻ്റേതും, വിശ്വാസികളുടെ രാജകുമാരൻ. ഒരു വിഷസർപ്പത്തെ സ്പർശിച്ചതുപോലെ അവൻ കൈ പിൻവലിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇതിൽ എഴുതിയിട്ടുള്ളതുപോലെ ഖലീഫ ഹാരുൺ അൽ റഷീദിൻ്റെ പ്രിയപ്പെട്ട ദാസിയാണ് ഞാൻ. അദ്ദേഹത്തിന് വേണ്ടി ഈ ശരീരം ഭദ്രമായി സൂക്ഷിക്കുന്നു. അൽ കുലൂബ് എന്നാണ് എൻ്റെ പേര്.
കുട്ടിക്കാലം മുതൽ ഞാൻ ഖലീഫയുടെ കൊട്ടാരത്തിലെ അന്തേവാസിയായിരുന്നു. വളർന്നപ്പോൾ എൻ്റെ സൗന്ദര്യം കണ്ട് മോഹിച്ച അദ്ദേഹം എനിക്ക് താമസിക്കാൻ ഒരു കൊട്ടാരം പണിതു തന്നു. കൂട്ടിന് അടിമകളെയും അനുവദിച്ചു. എൻ്റെ ആഭരണങ്ങളെല്ലാം ഖലീഫ സമ്മാനിച്ചതാണ്. പ്രിയ പത്നിയായ സുബൈദയേക്കാൾ എന്നോടാണ് ഖലീഫയ്ക്ക് സ്നേഹം. അതുകൊണ്ട് സുബൈദയ്ക്ക് എന്നോട് വെറുപ്പാണ്. ഒരു ദിവസം രാജ്യത്തിൻ്റെ ഒരു കോണിലുണ്ടായ ലഹള അമർച്ച ചെയ്യാൻ ഖലീഫ പോയ തക്കം നോക്കി സുബൈദ എൻ്റെ ഒരു തോഴിയെ വശത്താക്കി എൻ്റെ ആഹാരത്തിൽ കറുപ്പ് ചേർത്ത്. അത് അകത്ത് ചെന്ന ഞാൻ ബോധം കെട്ടു. സുബൈദയുടെ നിർദ്ദേശപ്രകാരം 3 ഷണ്ഡന്മാർ എന്നെ പെട്ടിയിലടച്ച് ശവപ്പറമ്പിൽ കുഴിച്ചിട്ടു. അവിടെ നിന്നും നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി. ഇപ്പോൾ എന്നെ അലട്ടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്, ഖലീഫ മടങ്ങി വന്ന് എന്നെ കാണാതാകുമ്പോൾ എന്ത് വിചാരിക്കുമെന്ന ചിന്ത. രണ്ടാമത്തേത്, നിങ്ങളുടെ ഔദാര്യത്തിന് തക്ക പ്രതിഫലം നൽകാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന വ്യസനം. എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ഒരപേക്ഷ എനിക്കുണ്ട്. ബാക്കി കേൾക്കാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ.